ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്തേക്കുക, കമൻറ്റ് ചെയ്തേക്കുക. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ യൂട്യൂബിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ടൈം സേവ് ചെയ്യാം, എങ്ങനെ ഡിസ്ക്രിപ്ഷൻ ടൈറ്റിൽ അതൊക്കെ ഡീഫോൾട്ടായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരുത്താം എന്നതിനൊക്കെ പറ്റിയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. നമ്മുടെ വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും, ടൈറ്റിലിൽ കുറച്ച് കോമൺ കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവും, കീവേഡുകൾ കുറച്ച് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടാവും, ഹാഷ്ടാഗുകൾ കുറച്ച് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ വരുത്താൻ പറ്റും. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാണ്. അപ്ലോഡ് വീഡിയോ കൊടുത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. ഒക്കെ പേജ് ലോഡായി വരുന്നുണ്ട്. ആ ലോഡായി വരുമ്പോൾ തന്നെ നമ്മൾ ചോദിക്കുന്നത് വീഡിയോ സെലക്ട് ചെയ്യാനായിരിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിരിക്കുന്ന ഒരു വീഡിയോ സെലക്ട് ചെയ്യാണ്. ഓക്കെ, ഒരു വീഡിയോ ഞാൻ എടുത്തു. ആ വീഡിയോ അപ്ലോഡ് ആവാൻ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഒരു ടൈറ്റിൽ വന്നിട്ടുണ്ട്, ഇവിടെ കുറച്ച് ഡിസ്ക്രിപ്ഷൻ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്, പിന്നെ കോപ്പ റൂളിൻ്റെ വന്നിട്ടുണ്ട്. മോർ ഓപ്ഷൻസ് എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ച് ടാഗ്സ് വന്നിട്ടുണ്ട്, ഡീഫോൾട്ട് ലാംഗ്വേജ് വന്നിട്ടുണ്ട്, ക്യാപ്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, ഈ വക കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാം. സ്റ്റാൻഡേർഡ് യൂസ് ലൈസൻസിങ്, കാറ്റഗറി, ഈ വക കാര്യങ്ങളെല്ലാം ബൈ ഡീഫോൾട്ടായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, കമന്റിന്റെ വിസിബിലിറ്റി, ഓക്കെ, ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ സെറ്റിങ്സ് എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതെങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ ഈ പർട്ടിക്കുലർ അപ്ലോഡ് ക്യാൻസൽ ചെയ്യാണ്. ഓക്കെ, അതിനുശേഷം ഈ സെറ്റിങ്സ് നമുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പോകേണ്ടത് യൂട്യൂബിൻ്റെ ഈ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാണ്. ഓക്കെ, ഞാൻ ഓൾറെഡി മുമ്പ് അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു. ഓക്കെ, ഇതിന് വേണ്ടിയിട്ട് നമുക്ക് പോകേണ്ടത് യൂട്യൂബിൻ്റെ സ്റ്റുഡിയോ ആപ്പിൽ ചെല്ല. ഓക്കെ, സ്റ്റുഡിയോ വെർഷനിൽ ചെല്ല. ലെഫ്റ്റിൽ അടിയിലായിട്ട് ഒരു സെറ്റിങ്സ് ഉണ്ട്, ആ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് കിട്ടുന്നതായിരിക്കും. ഇതിനകത്ത് ജനറൽ, ചാനൽ, അപ്ലോഡ് ഡീഫോൾട്ട്സ്. ഓക്കെ, ആദ്യം ചാനൽ എന്നുള്ളത് എടുക്കുന്നു. ആ ചാനലിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും കീവേഡ്സ്. ഓക്കെ, ആദ്യമായിട്ട് ഞാൻ കുറച്ച് കീവേഡുകൾ അവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ കൺട്രി ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ കീവേഡുകളെല്ലാം ഞാൻ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കീവേഡുകളാണ്. എൻ്റെ എല്ലാ വീഡിയോസിനും വേണമെന്നുണ്ടെങ്കിൽ ഈ കീവേഡുകൾ നമുക്ക് വേണ്ട ഏത് കീവേഡ് വേണമെങ്കിലും നമുക്ക് ഇവിടെ കോമന്റ് കൊടുക്കാവുന്നതാണ്. കോമന്റ് കൊടുക്കാം, പുതിയ പുതിയ കീവേഡുകൾ. അപ്പോൾ ഞാനൊരു കീവേഡ് ആഡ് ചെയ്യാണ്, ടച്ച് എന്നൊരു കീവേഡ് ആഡ് ചെയ്യാണ്. ഓക്കെ, അത് കഴിഞ്ഞൊരു അഡ്വാൻസ് സെറ്റിങ്സ് ചെയ്താൽ ഇവിടെയാണ് നമ്മുടെ കോപ്പ സെറ്റിങ്സ്, അതായത് മെയ്ഡ് ഫോർ ചൈൽഡ് ആണോ മെയ്ഡ് ഫോർ കിഡ്സ് ആണോ എന്നുള്ള സെറ്റിങ്സ് കൊടുക്കുന്നത്. ആ സെറ്റിങ്സ് ഇവിടെ സെലക്ട് ചെയ്യുക. പിന്നെ ബ്രാൻഡിങ്, ഇപ്പം എൻ്റെ വീഡിയോന് ഒരു എംബ്ലം കൊടുക്കുന്നത്, വീഡിയോ എൻ്റെ ഒരു എന്താ പറയുക ഒരു ബ്രാൻഡിങ് ഐക്കണായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബ്രാൻഡിങ് ഐക്കൺ ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് റിമൂവ് ചെയ്യാം, ഇവിടെ പുതിയത് റീപ്ലേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പുതിയത് അപ്ലോഡ് ചെയ്യാം. അത് എവിടെ വരണം, അതായത് വീഡിയോൻ്റെ എൻഡിൽ മാത്രം വന്നാൽ മതിയോ, അതോ ഒരു പർട്ടിക്കുലർ ടൈമിൽ മാത്രം സ്റ്റാർട്ട് ആയാൽ മതിയോ, അതേ ഫുൾ വീഡിയോന് വേണോ? ഇപ്പോൾ ഞാൻ ഫുൾ വീഡിയോ എൻ്റെ വീഡിയോ കൊടുത്തിരിക്കുന്നത്, അതായത് അപ്പോൾ ഫുൾ വീഡിയോസിന് ഈ പർട്ടിക്കുലർ ബ്രാൻഡിങ് ഐക്കൺ വിസിബിൾ ആയിരിക്കും. നമ്മുടെ വീഡിയോൻ്റെ റൈറ്റ് ബോട്ടം കോർണറിലായിട്ട് ഈ ബ്രാൻഡിങ് ഐക്കൺ വിസിബിൾ ആയിരിക്കും. ഓക്കെ, പിന്നെ വരുന്നത് അപ്ലോഡ് ഡീഫോൾട്ട്സ്. ഈ അപ്ലോഡ് ഡീഫോൾട്ട്സിനകത്താണ് ടൈറ്റിൽ. കണ്ടോ, ഡീഫോൾട്ടായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്ന ടൈറ്റിലാണ്. ആ ടൈറ്റിലാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. ഡീഫോൾട്ടായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഡിസ്ക്രിപ്ഷനും നമ്മൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും ഈ ഡിസ്ക്രിപ്ഷൻ ബൈ ഡീഫോൾട്ടായിട്ട് വരുന്നതായിരിക്കും. പിന്നെ വിസിബിലിറ്റി, ബൈ ഡീഫോൾട്ടായിട്ട് ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാനത് ബൈ ഡീഫോൾട്ട് എനിക്ക് പബ്ലിക് വേണ്ട, ഞാൻ പ്രൈവറ്റ് ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നു. കാരണം എനിക്ക് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്താനുണ്ടെങ്കിലോ ഡിസ്ക്രിപ്ഷൻ ടൈറ്റിലൊക്കെ കാര്യങ്ങൾ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിലോ എന്തെങ്കിലും എല്ലാം മാറ്റി ഞാൻ അതിനുശേഷം മാത്രമേ ഞാൻ അത് പബ്ലിക് ആക്കാറുള്ളൂ. സോ ബൈ ഡീഫോൾട്ട് ഞാൻ പ്രൈവറ്റ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ ടാഗ്സ്, ഡീഫോൾട്ട് ആയിട്ട് ഞാൻ കുറച്ച് യൂസ് ചെയ്യുന്ന കുറച്ച് ടാഗ്സുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വക ടാഗുകൾ ഇതെല്ലാം ഞാൻ എൻ്റെ എല്ലാ വീഡിയോസും യൂസ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊടുത്തിടാവുന്നതാണ്. സോ നമുക്ക് ഓരോ പ്രാവശ്യം അല്ലെങ്കിൽ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇതൊന്നും നമ്മൾ വീണ്ടും കൊടുക്കേണ്ടി വരില്ല. പിന്നെ അഡ്വാൻസ് സെറ്റിങ്സിനകത്താണ് നമ്മുടെ വീഡിയോ ലാംഗ്വേജ്, ലൈസൻസിങ് കാറ്റഗറി, കമന്റിന്റെ സെറ്റിങ്സ്, പല സെറ്റിങ്സ് ഇവിടെ ഉണ്ട്. അലോ ഓൾ കമന്റ്സ് ഉണ്ട്, ഹോൾഡ് പെർമനന്റ് ഉണ്ട്, ഹോൾഡ് ഓൾ കമന്റ്സ് ഫോർ റിവ്യൂ ഉണ്ട്, ഡിസേബിൾ കമന്റ്സ് ഉണ്ട്. ഇതെല്ലാം സെറ്റ് ചെയ്യാവുന്ന ഇവിടെയാണ്. ഇപ്പം ഞാൻ ബൈ ഡീഫോൾട്ടായിട്ട് പൊട്ടൻഷ്യലി ഇൻഅപ്രോപ്രിയേറ്റ് കമന്റ്സ്. ഓക്കെ, സോ കമന്റിൽ അത് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതാണെങ്കിൽ സ്പാം ആയിട്ട് പോകാനുള്ള പോസിബിലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഹോൾഡ് ചെയ്യും. അത് നമ്മുടെ ചാനൽ പേജ് ഡിസ്പ്ലേ ആവില്ല.
പിന്നെ വീഡിയോ ലാംഗ്വേജ് മലയാളം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പെർമിഷൻസ്, കമ്മ്യൂണിറ്റി സെറ്റിംഗ്സ് ഒക്കെയാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ മോഡറേറ്റർ ആഡ് ചെയ്യാനോ അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇവിടെയുണ്ട്. ബൈ ഡീഫോൾട്ടായിട്ട് നമുക്ക് ആവശ്യം വരുന്നത് ഇത്തരം കാര്യങ്ങളാണ്. അപ്ലോഡ് ഡീഫോൾട്ട്സിനകത്തും ചാനലിന്റെ ബേസിക് സെറ്റിംഗ്സിനകത്തും ഈ വക കാര്യങ്ങളാണ് നമുക്ക്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഒരു വീഡിയോന്റെ ഡീഫോൾട്ടായിട്ട് കൊടുക്കാവുന്ന കുറച്ച് സെറ്റിംഗ്സ് അഡ്ജസ്റ്റ് ചെയ്യുന്നതും സെറ്റിംഗ്സ് സെറ്റ് ചെയ്യുന്നതും. അതിന് യൂട്യൂബിന്റെ സ്റ്റുഡിയോ ആപ്പിൽ വെബ് വെർഷനിൽ തന്നെ ലോഗിൻ ചെയ്യണം. നമ്മുടെ ആപ്പിലൊന്നും വർക്ക് ആവില്ല, യൂട്യൂബ് സ്റ്റുഡിയോ വെർഷനിൽ തന്നെ ലോഗിൻ ചെയ്യാം. അത് സെറ്റിംഗ്സിനകത്താണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യനോ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവേത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റായി ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.